ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് നല്ലൊരു മഷ്റൂം ഫ്രൈ ആക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട് ഞാനിതാ മഷ്റൂം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിലേക്ക് വേണ്ട തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ നല്ല ഒരു കടായി എടുക്കുക. കടായി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സവാള ഇട്ട് ചെറുതാക്കി, സവാള വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് കേട്ടോ. അതൊരു കാണാനും ഭംഗി, അത് ടേസ്റ്റും അങ്ങനെയാണ്. നമ്മളത് കറിവേപ്പിലേക്ക് ഇട്ട് നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ആ സവാളയുടെ ഒരു പച്ച നിറമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തു. ശേഷം എന്ത് ചെയ്തു, നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളിയും ചേർത്ത് എന്ത് ചെയ്തു, നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം കൂണും അതിലിട്ടിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇത് നോക്കിക്കേ, എന്താണ് ഇതിപ്പോൾ തന്നെ എനിക്ക് കഴിച്ചു തീർക്കാൻ കൊതിയുണ്ട്. എനിക്കിത് ഒന്നിൻ്റെയും കൂടെ കഴിക്കുന്നതല്ല, ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇപ്പോൾ തന്നെ അത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോഴും എനിക്കിതാ നല്ലോണം വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 3/4 ഭാഗവും ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത്. അത്ര ടേസ്റ്റ്.